ഹായ് ഡിയേഴ്സ്, +1 എക്കണോമിക്സിലെ ചാപ്റ്റർ 1ൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഫോറിൻ ട്രേഡ് വരെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെമോഗ്രാഫിക് കണ്ടീഷൻ മുതലാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഇൻ ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ 1881. ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നിലവിൽ വന്ന വർഷം 1881 ആണ്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അതിനു മുന്നേ നമ്മളുടെ ഇന്ത്യയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് എണ്ണിയിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്ന ഡേറ്റ് 1881 ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. 1921 മുന്നേ നമ്മളുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഏർലി സ്റ്റേജ് ആയിരുന്നു. എന്ന് വെച്ചാൽ തുടക്കം സ്റ്റേജിലായിരുന്നു. ഹൈ ബർത്ത് റേറ്റ്, അതുമാതിരി ഹൈ ഡെത്ത് റേറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എത്ര പേര് കുറേ കുഞ്ഞുങ്ങളിങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ആൾക്കാർക്ക് അസുഖം വന്നിട്ടും അതുമാതിരി നല്ലൊരു ഡോക്ടറിൻ്റെ ചികിത്സ ഇല്ലായിട്ടും കുറേ പേര് മരിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നമ്മളുടെ ഇന്ത്യക്കൊരു വളർച്ച എന്ന് പറയാൻ ആയിട്ടുണ്ടായിരുന്നില്ല. കുറേ പേരിങ്ങനെ മരിക്കുന്നു, അതേപോലെ കുറേ പേര് ജനിക്കുന്നു. എന്ന് വെച്ചാൽ ഈക്വലായിരുന്നു. കുറേ ആൾക്കാർ വന്നാൽ മാത്രമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയുക ഒന്ന് ഡെവലപ്പായി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നില്ല. ദ സെക്കൻഡ് ഫേസ് ബീയിങ്സ് ഇൻ 1921. എന്നുവെച്ചാൽ സെക്കൻഡ് ഫേസ് തുടങ്ങുന്നത് 1921 അവിടെ ഹൈ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും ആയിരുന്നു. കുറേ ശിശുക്കൾ ഇങ്ങനെ ജനിക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക ഡെത്ത് റേറ്റ് ഭയങ്കര കുറവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡോക്ടറും അങ്ങനത്തെ കാരണം കൊണ്ട് അസുഖമൊക്കെ ഭേദപ്പെട്ട് മരണത്തിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നു. അപ്പോൾ ഹൈ ബർത്ത് റേറ്റും ആയിരുന്നു, ലോ ഡെത്ത് റേറ്റും ആയിരുന്നു. ഇനി അടുത്തതിലേക്ക് കടക്കാം. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ കൊളോണിയൽ ഇന്ത്യ. അപ്പോൾ ഇവിടെ ലിറ്ററസി റേറ്റ് 16%, ഫീമെയിൽ ലിറ്ററസി റേറ്റ് 7%. ലിറ്ററസി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷരതാ നിരക്കാണ്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 16 പേർക്ക് മാത്രമേ എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ എന്താ പറയുക എഡ്യൂക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നെ ഇൻഫാൻറ്റ് മൊറാലിറ്റി റേറ്റ് വാസ് ക്വൈറ്റ് അലാർമിങ്, അബൌട്ട് 218 per 1000 in contrast to the present infant mortality rate of 33 per 1000. എന്ന് വെച്ചാൽ മുമ്പത്തെ ശിശു മരണ നിരക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ 1000-ൽ 218 പേരും, മുന്നേ 1000-ൽ 218 പേരും എന്താ പറയുക ഒരു ദിവസം പോലും തികച്ചാർന്നില്ല കുട്ടികൾ. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ മരിക്കായിരുന്നു, ഒരു ദിവസം പോലും തികച്ചാർന്നില്ല. പക്ഷേ നിലവിൽ അത് എന്താ പറയുക 1000-ൽ 33 കുട്ടികൾ അങ്ങനെയൊക്കെയായി കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുമാതിരി ലൈഫ് എക്സ്പെക്റ്റൻസി വാസ് ഓൾസോ വെരി ലോ, 32 year ഇൻ ദ കോൺട്രാസ്റ്റ് ടു ദ പ്രസൻറ്റ് 69 years. എന്ന് വെച്ചാൽ മുന്നേ നമ്മളുടെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ 32 വയസ്സ്, ആ ഒരു ഏജ് ആകുമ്പോൾ തന്നെ എല്ലാവരും മരിക്കും. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സും പിന്നെ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല, അത് കാരണം ഒരു 69 വയസ്സ് വരെയൊക്കെ എത്തിയായിരുന്നു എന്നാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ പറയുന്നത്. ഇനി ഒക്യുപ്പേഷണൽ സെക്ടറിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. Occupational structure means the distribution of workers among different sectors. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വിവിധ സെക്ടറിലേക്ക് മാറ്റുക, തരംതിരിക്കുക. വർക്ക് സ്ട്രക്ചർ ക്യാൻ ജനറലി ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. അപ്പോൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ, രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ സെക്ടർ, പിന്നെ സർവീസ് സെക്ടർ. അതിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു 100-ൽ 70-75 ആൾക്കാർ അഗ്രികൾച്ചറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ ഒരു 10% ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർവീസ് സെക്ടറിലാണെങ്കിൽ 15-20%. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഓർ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ്. ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് പോസിറ്റീവായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേ, പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റൽ സർവീസ് ആൻഡ് ടെലിഗ്രാഫ് സിസ്റ്റം ഹാവ് ബി ഡെവലപ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടിസ്ഥാനപരമായ എന്താ പറയുക വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ തുറമുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വെള്ളത്തിൽ കൂടെ ഉള്ള തുറമുഖങ്ങൾ, പിന്നെ റെയിൽവേ, പോസ്റ്റൽ സർവീസ്, ടെലിഗ്രാഫ്, ഇങ്ങനത്തെ അടിസ്ഥാനമായുള്ള സാധനങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ്, ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്താൽ അവർക്ക് എക്സ്പോർട്ടൊക്കെ ഡയറക്റ്റ് ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ വളഞ്ഞ് ഇതുവരെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ കൂടെ വെള്ളം വഴി അവർ എന്താ പറയുക ഈ ഷിപ്പിൽ കൂടെയൊക്കെ എക്സ്പോർട്ടൊക്കെ ചെയ്യാൻ സാധിക്കും.
അതിന് മുന്നൊക്കെ എന്താ പറയുക ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ റെയിൽവേയും പിന്നെ ഈ തുറമുഖങ്ങളൊക്കെ തുറന്നപ്പോൾ അവർക്ക് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് ഇന്ത്യയായിട്ട് വെക്കാൻ സാധിച്ചു. പിന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേർ ഓൾസോ ഡെവലപ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കനാല് പിന്നെ അണക്കെട്ടുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്താണ് അഗ്രികൾച്ചർ ഫാർമേഴ്സിന് വെള്ളം കിട്ടുന്നതിൻ്റെ സൗകര്യങ്ങളൊക്കെ കൂടി, വെള്ളത്തിന് പിന്നെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ യൂണിവേഴ്സിറ്റീസ് കോളേജ് ആൻഡ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വേർ ഇൻട്രൊഡ്യൂസ്ഡ്. നമുക്ക് എന്താ പറയുക എഡ്യൂക്കേഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ യൂണിവേഴ്സിറ്റി കോളേജ് സ്കൂൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ലീഗൽ സിസ്റ്റം ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വേർ എസ്റ്റാബ്ലിഷ്ഡ്. പോലീസ് പിന്നെ കോടതി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ലൈക്ക് ജൂട്ട്, ടീ, കോഫി, കോട്ടൺ, ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ ആധുനിക വ്യവസായങ്ങളൊക്കെ അവർ തുടങ്ങി. ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ ഇന്ത്യക്ക് അവർ പോയതിന് ശേഷം നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. അത് കാരണം അവർക്ക് കുറേ ഇൻഡസ്ട്രീസൊക്കെ കിട്ടിയല്ലോ. ടീ, കോഫി, കോട്ടൺ അങ്ങനത്തെ പുതിയ ആധുനിക ഇൻഡസ്ട്രീസൊക്കെ അവർക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.